ഹേയ് ഹലോ ഗേയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ തെങ്കാശിയിലോട്ടാണ്. അപ്പം അവിടുത്തെ പ്രകൃതി ഭംഗിയും കാഴ്ചകളും പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം ബസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ ചില പരിമിതികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മൾ 2:30 ആയപ്പോഴത്തേനും വെളുപ്പിനെ എണീറ്റിട്ടുണ്ടായിരുന്നു. 2:30 എണീറ്റ് ഒരുങ്ങി 4:30 ആയപ്പോഴത്തേനും നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ബസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതനുസരിച്ച് കരുനാഗപ്പള്ളിയിൽ വന്നെങ്കിലും ഒരാളെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം 6 മണിയായി അയാൾ വന്നപ്പോഴത്തേനും. അങ്ങനെ ഒത്തിരി ലേറ്റായാണ് ബസ് എടുത്തത്. നമ്മൾ ബസ്സിൽ പോകുമ്പം നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് നമുക്ക് പോവുകയും വരികയും ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. ഓരോരുത്തർ വരുമ്പോഴത്തേനും ഓരോരുത്തർ വേറെ വഴിക്ക് പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ പുനലൂരെത്തി. പുനലൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിക്കാൻ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചായ കുടി കഴിഞ്ഞ് പിന്നെയും യാത്ര തുടങ്ങി. അപ്പം ബസ്സിൽ പോകുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വ്യൂകൾ മാത്രം നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാറിലോ ടൂ വീലറിലോ ഒക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഈ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തി വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം പറ്റത്തില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് 13 പാലം എത്തിയപ്പോഴത്തേനും അവിടെ ഒന്ന് ജസ്റ്റ് നിർത്തി തരാൻ പറഞ്ഞ് നിർത്തി തന്നിട്ടുണ്ടായിരുന്നേ. അല്ലാതെ വേറെ എവിടെയും ഇവർ പറഞ്ഞ ആ ബജറ്റിലുള്ള സ്ഥലങ്ങളല്ലാതെ ഈ ബസ്സുകാർ നമ്മളെ കൊണ്ടുപോകത്തില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം തെങ്കാശി കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ദോശയും ചമ്മന്തിയും കഴിച്ചു കഴിഞ്ഞിട്ട് ആ ബസ് നിർത്തി തന്നതിൻ്റെ ഓപ്പോസിറ്റ് നല്ല മലനിരകളും വയലുകളും ഒക്കെ ഉണ്ടായിരുന്നു, നെൽകൃഷി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറേ നേരം അതൊക്കെ ആസ്വദിച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് കുറേ നേരം നിന്നു. അപ്പം ഈ യാത്ര എന്ന് പറയുന്നതും എൻ്റെ അമ്മ കമ്പനി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അമ്മയെപ്പോലെ വർക്ക് ചെയ്യുന്ന മറ്റ് ചേച്ചിമാരും എല്ലാം ഉണ്ട്. അപ്പം അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്താണ് ഈ ടൂറ് പോകുന്നത് തന്നെ. അപ്പം ഇവരെ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകാത്തത് കാരണം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ടൂറ് പോകും. അപ്പോൾ ഇവരുടെ മക്കളെയും കൊണ്ടുപോകും. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെ പോയിട്ടുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഏകദേശം 5 ദിവസം തികച്ചുള്ള ഒരു ടൂറിന് തന്നെ പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരുമലൈ കോവിലോട്ടാണ് ആദ്യം ചെല്ലുന്നതും. അപ്പോൾ അവിടെ നിന്ന് ബസ്സുണ്ട്, 10 രൂപ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ പോകാം. അല്ലാതെ സ്റ്റെപ്പ് വഴി പോകുന്നവർക്ക് സ്റ്റെപ്പിലും പോകാം. തിരിച്ചും അതുപോലെ തന്നെ 10 രൂപ ടിക്കറ്റ് കൊടുക്കുക. തിരിച്ച് നമ്മളെ നിന്നെടുത്ത് തന്നെ കൊണ്ടുവന്ന് വിടും. അമ്പലത്തിൽ ചെന്ന് ജസ്റ്റ് അവിടെ ഫുള്ളൊന്ന് കറങ്ങി എല്ലാം കണ്ടു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് അമ്പലം കാണുന്നതാണ് അടിപൊളിയാണ്. നല്ല കാറ്റും ഉണ്ട്. ഞങ്ങൾ പിന്നെ അമ്പലത്തിനകത്തൊക്കെ കയറി കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബസ് ഇട്ടിരിക്കുന്നിടത്തോട്ട് നടന്നു പോകണമായിരുന്നേ. അപ്പം നടന്ന് ചെന്നപ്പോഴത്തേനും പോകുന്ന വഴിക്ക് ജസ്റ്റ് അപ്പുറത്തുള്ളൊരു വീട്ടിൽ, അപ്പോൾ അവർക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ ഈ ലേഡീസ് കനകാംബരം നിൽക്കുന്നത് കണ്ട് മറ്റേ ഓറഞ്ച് പൂക്കൾ നമ്മൾ തലയിലൊക്കെ വെക്കത്തില്ലേ. അപ്പോൾ അമ്മയ്ക്ക് ആ ചെടി വേണം. അപ്പോൾ ആ ചേച്ചിയോട് ചെന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരുടെ മക്കളെ കൊണ്ട് അപ്പുറത്തുനിന്ന്, അവരുടെ വീടിൻ്റെ അപ്പുറത്തുനിന്നും നമുക്ക് ചെടി വെച്ച് കൊണ്ട് തന്നു. അപ്പം ഞാനും ചേച്ചിയും കൂടെ ട്രോളി കൊണ്ട് വരുവാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറി യാത്ര തുടങ്ങി. യാത്ര കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്നത് സൂര്യകാന്തി പാടം കാണാനാണ്. സൂര്യകാന്തി പാടത്തിൽ എന്നും അപ്പം ഈ കാണുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ സൂര്യകാന്തി പാടം ഉള്ളത്. ഇത് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് സ്ഥലം എന്താണെന്ന് എനിക്കറിയത്തില്ല. സുന്ദരപാണ്ഡ്യപുരം ആണെന്ന് തോന്നും. ആ തെങ്കാശി അവിടെയുള്ള ഏതോ ഒരു സൂര്യകാന്തി പാടം. അപ്പോൾ അവിടെ ചെന്ന്, പക്ഷേ വീഡിയോയ്ക്കകത്ത് കാണുന്നത് ഞാൻ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഉള്ള സൂര്യകാന്തി പാടങ്ങളാണ്. അതുപോലെ തന്നെ പോയി കണ്ടവരും പറഞ്ഞ അഭിപ്രായം റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഏക്കർ കണക്കിന് സൂര്യകാന്തി പാടങ്ങളുണ്ടെന്നാണ്. ഇപ്പോൾ ചെന്ന് കണ്ടപ്പോഴത്തേനും ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ. 10 ഭാഗത്ത് തക്കാളി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അവർ ഇപ്പം ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അന്യൻപാറയിലോട്ടാണ്. അന്യൻപാറയിൽ ചെന്നപ്പോഴത്തേനും നല്ല ഉച്ച സമയമായി. അപ്പം വെയിലുണ്ടെങ്കിലും കാറ്റുള്ളത് കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടുത്തെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരച്ചതാണ്. ഇപ്പം നേരത്തെ അതെല്ലാം ഫുള്ള് പോയിരിക്കുകയായിരുന്നേ. അവിടെയും കുറേ നെൽപ്പാടങ്ങളും കാര്യങ്ങളും അവിടെ പണി ചെയ്യുന്ന കുറേ കർഷകരെയൊക്കെ കണ്ട്. അവിടെയും നല്ല കാറ്റ്.
കുറേ പേര് റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാനും പോയി. കഴിക്കാൻ പോയതിൻ്റെ കാര്യം പറയേ വേണ്ട, ഭയങ്കര മോശം അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ, അവർ നമ്മളെ ഗോഡൗൺ പോലുള്ളൊരു സ്ഥലത്താണ് കൊണ്ടിരുത്തിയത്. ഒരു വൃത്തിയില്ലെന്ന് വേണം തന്നെ പറയാൻ. ഫുള്ള് ഈച്ച അരിച്ച് ഫുഡെല്ലാം തുറന്ന് ഇതാക്കി ഈച്ച അരിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വിശന്ന് പോയി. രാവിലെ 2 ദോശ കഴിച്ച്, അതും 7 മണിക്ക് മേടിച്ച് വെച്ച സാധനം നമ്മൾ തെങ്കാശി ചെന്ന് കഴിച്ചപ്പോൾ തന്നെ ഒരു സമയമായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ ഈ കഴിക്കാൻ കയറിയത് ഏതാണ്ട് 4 മണി 4 മണി 4:30 ആയപ്പോഴത്തേനുമാണ്. വിശപ്പ് കാരണം കഴിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഭയങ്കര മസാല ഇവർക്ക് നമ്മൾ വെക്കുന്ന പോലെ ബിരിയാണിയും കാര്യങ്ങളും അല്ല അവരുടെ. സത്യം പറഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആഹാരം പോലും കിട്ടത്തില്ലെന്ന് പറയുന്നത് എന്തൊരു സത്യമാണ്. 250 രൂപയാണ് ആ ബിരിയാണിക്ക് എടുത്തത് അവർ, ഒരു ബിരിയാണിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കുറ്റാലത്തോട്ടാണ് കൊണ്ടുപോയത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കുറ്റാലം ഉള്ളത് പറയാമല്ലോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഒറിജിനൽ കുറ്റാലം. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പുറത്തെ ഒറിജിനൽ കുറ്റാലത്തിൻ്റെ അടുത്ത് നല്ല തിരക്കായത് കൊണ്ടാണ് ഇവിടോട്ട് കൊണ്ടുവന്നത്. ഇവിടെയും തിരക്കുകളുണ്ട്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു വലിയ ഭംഗിയൊന്നുമില്ല. ഫുള്ള് വേസ്റ്റും അതും ഇതുമൊക്കെ ഇട്ട് ഓരോരുത്തരുടെ തുണിയും പിള്ളേരുടെ സ്നഗ്ഗിയും അതും ഇതും എല്ലാം എറിഞ്ഞിട്ടേക്കുവാണ്. വലിയ ഭംഗിയൊന്നുമില്ല അവിടെ. പാസ്സും എടുക്കണം താനും. അത് കഴിഞ്ഞ് കുറ്റാലത്തു നിന്ന് നേരെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് പർച്ചേസും കാര്യങ്ങളും ചെയ്ത് നല്ലൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. നല്ല ചായയായിരുന്നേ കുടിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഊട്ടി സ്പെഷ്യൽ വർക്കി എന്ന് പറഞ്ഞ് നമ്മളെ ചേട്ടൻ തന്ന സാമ്പിൾ തന്നപ്പോൾ നോക്കിയപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ട്, അത് മേടിച്ച്. പിന്നെ ലൈവായിട്ട് ചിപ്സ് ചെയ്യുന്നത് കണ്ട്. അപ്പോഴത്തേനും ഈ കടയിൽ നിന്ന് നമ്മൾ ചിപ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് നമ്മൾ ലൈവായിട്ട് കണ്ടായിരുന്നല്ലോ നല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ചിപ്സും മേടിച്ചിട്ട് പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിലോട്ട് കയറി പാട്ടിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ യാത്ര ചെയ്തെന്നതിലല്ല, നമ്മൾ ആ സ്ഥലം എത്ര ആസ്വദിച്ചു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എനിക്ക് ഈ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.